നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ഡിസംബർ 31 അർദ്ധരാത്രി 12 മണിയാകുന്നതോടെ ലോകമെമ്പാടും പുതുവത്സരാഘോഷങ്ങൾ ആരംഭിക്കുകയായി. ഭൂമിയുടെ ഭ്രമണവും വിവിധ സമയമേഖലകളും കാരണം ലോകത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പുതുവത്സരം എത്താൻ ഏകദേശം 26 മണിക്കൂറോളം സമയമെടുക്കും. പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രങ്ങൾ ആദ്യം പുതുവത്സരത്തെ വരവേൽക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ പുതുവർഷം എത്തുന്നത് വിദൂരമായ പസഫിക് പ്രദേശങ്ങളിലാണ്. പുതുവത്സരം ലോകം ചുറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിൽ രസകരമായ ഒരു കാര്യം കൂടിയുണ്ട്. സമയക്രമം അനുസരിച്ച് ആദ്യം പുതുവർഷം എത്തിയ രാജ്യം തെക്കൻ സമുദ്രത്തിലെ സമോവ ദ്വീപാണ്. അവസാനം എത്തുന്നതും സമോവയിലാണ്. ആശയക്കുഴപ്പത്തിലാവേണ്ട. ആദ്യം പുതുവർഷം എത്തുന്ന സ്ഥലവും അവസാനം പുതുവർഷം എത്തുന്ന സ്ഥലവും ഒന്നല്ല. ഒരേ പേരുള്ള രണ്ട് സ്ഥലങ്ങളാണ് അവ. രണ്ടാമത് പറഞ്ഞ സമോവ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള സമോവയാണ്. ആദ്യം പുതുവർഷം ആഘോഷിക്കുന്ന സമോവയും അവസാനം പുതുവർഷം ആഘോഷിക്കുന്ന അമേരിക്കൻ സമോവയും തമ്മിലുള്ള ദൂരം വെറും 80 കിലോമീറ്ററാണ് എന്നുള്ളതാണ് മറ്റൊരു രസകരമായ കാര്യം. പക്ഷേ ഈ പ്രദേശങ്ങൾ തമ്മിലുള്ള സമയദൈർഘ്യം 25 മണിക്കൂറാണ്. ആദ്യത്തെ പുതുവത്സരാഘോഷം നടക്കുന്ന സമോവയിൽ പുതുവർഷം പിറന്നു കഴിഞ്ഞ് 25 മണിക്കൂർ കഴിയുമ്പോൾ, അതായത് ഇന്ത്യൻ സമയം ജനുവരി 1 വൈകുന്നേരം 4:30 മണിയോടെയാണ് 80 കിലോമീറ്റർ മാത്രം അകലെയുള്ള അമേരിക്കൻ സമോവയിൽ പുതുവർഷം എത്തുന്നത്. സമയസഞ്ചാരത്തിന്റെ ഏറ്റവും വലിയ കൗതുകങ്ങളിലൊന്നായി ഇത് വിലയിരുത്തപ്പെടുന്നു. തെക്കൻ പസഫിക് സമുദ്രത്തിൽ സമോവയുടെ കിഴക്കായി 80 കിലോമീറ്റർ മാറിയാണ് അമേരിക്കൻ സമോവ സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ അമേരിക്കൻ സമോവയ്ക്കൊപ്പം പുതുവർഷം അവസാനം ആഘോഷിക്കുന്ന പ്രദേശമായിരുന്നു സമോവയും. ആദ്യം പുതുവർഷത്തെ എതിരേൽക്കുന്ന ഇടമായി സമോവ മാറിയത് 2012-ലാണ്. അതുവരെ അമേരിക്കൻ സമോവയുടെ സമയക്രമം പിന്തുടർന്നിരുന്ന സമോവ 2011 ഡിസംബർ മാസത്തിൽ ഒരു ദിവസം മുന്നേ സഞ്ചരിച്ചു തുടങ്ങുകയായിരുന്നു. അതിന് പിന്നിൽ രസകരമായ മറ്റൊരു കഥയാണുള്ളത്. 2011 വരെ പുതുവർഷം ആദ്യം എത്തിയിരുന്നത് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് രാജ്യങ്ങൾക്കും സമോവയ്ക്കും ഇടയിലുള്ള ക്രിസ്മസ് ദ്വീപിലും കരിബാത്തി ദ്വീപിലുമായിരുന്നു. അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞ് പുതുവർഷത്തെ അവസാനം വരവേൽക്കുന്ന സ്ഥലങ്ങളിലൊന്നായിരുന്നു സമോവ. അമേരിക്കൻ സമയക്രമമായിരുന്നു അന്ന് സമോവ പിന്തുടർന്നിരുന്നത്. അതായത് ഓസ്ട്രേലിയയ്ക്കും ന്യൂസിലാൻഡിനും ഒരു ദിവസം പിന്നിൽ. സമോവയുടെ ഏറ്റവും വലിയ വാണിജ്യ പങ്കാളികൾ ന്യൂസിലാൻഡും ഓസ്ട്രേലിയയുമായിരുന്നു. ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും പുതുവത്സരം ആഘോഷിച്ച് ഒരു ദിവസം കഴിഞ്ഞു മാത്രം ആഘോഷം നടക്കുന്ന സമോവയ്ക്ക് അവരുമായുള്ള വാണിജ്യ ബന്ധത്തിൽ വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വ്യാപാരം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഓസ്ട്രേലിയയ്ക്കും ന്യൂസിലാൻഡിനും ഒപ്പം തന്നെ പുതുവർഷം ആഘോഷിക്കുന്നതാണ് നല്ലത് എന്ന് സമോവ മനസ്സിലാക്കി. തുടർന്ന് അവർ ഓസ്ട്രേലിയൻ സമയക്രമം അനുസരിച്ച് സഞ്ചരിക്കാൻ തീരുമാനിച്ചു. അതായത് ഒരു ദിവസം മുന്നേ സഞ്ചരിക്കാൻ. അതിനായി അവർ ചെയ്തത് തങ്ങളുടെ നടപ്പു വർഷത്തിൽ നിന്നും ഒരു ദിവസം വെട്ടിക്കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. തങ്ങളുടെ കലണ്ടറിൽ നിന്നും ഒഴിവാക്കാനായി അവർ തെരഞ്ഞെടുത്ത ദിവസം 2011 ഡിസംബർ 30 വെള്ളിയാഴ്ചയായിരുന്നു. അന്ന് രാത്രി സമോവയിൽ വിവിധ ആചാരങ്ങളിലുള്ള പ്രാർത്ഥനകൾക്കും ആഘോഷങ്ങളുമെല്ലാം നടന്നു. 29-ാം തീയതി വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം സമോവയിലെ ജനങ്ങൾ എത്തിയത് ഡിസംബർ 31 ശനിയാഴ്ചയിലേക്കായിരുന്നു. അതായത് ഡിസംബർ 30 വെള്ളി എന്ന ദിവസം ഇല്ലാതായി. അങ്ങനെ 2011 ഡിസംബർ 31 അർദ്ധരാത്രി അവർ ലോകത്ത് പുതുവത്സരം ആഘോഷിക്കുന്ന ആദ്യ രാജ്യമായി മാറി. നേരത്തെ അമേരിക്കൻ സമയം സ്വീകരിച്ചിരുന്നപ്പോൾ രേഖയുടെ കിഴക്കുഭാഗത്തായിരുന്നു സമോവയുടെ സ്ഥാനം. എന്നാൽ അവർ ഓസ്ട്രേലിയയുടെയും ന്യൂസിലാൻഡിന്റെയും ടൈം സോണിൽ ചേരാൻ തീരുമാനിച്ചതോടെ സമോവയെ പടിഞ്ഞാറ് ഭാഗത്തായി രേഖ മാറ്റി വരയ്ക്കുകയായിരുന്നു. ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയായ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അനുസരിച്ചാണ് സമയക്രമം തീരുമാനിക്കുന്നത്. ഒരു ദിവസം ആദ്യം ആരംഭിക്കുന്നത് ഈ രേഖയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. എന്നാൽ രാജ്യങ്ങളുടെ കിടപ്പനുസരിച്ച് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഒരു നേർരേഖയല്ല. ചിതറിക്കിടക്കുന്ന ഭൂവിഭാഗങ്ങളെ ഉൾക്കൊള്ളിക്കാൻ ഇത് വളഞ്ഞു പുളഞ്ഞാണ് പോകുന്നത്. കിരിബാത്തി റിപ്പബ്ലിക്കിൽ സ്ഥിതി ചെയ്യുന്ന കിരിതിമാതി ദ്വീപിലും ആദ്യം പുതുവർഷം പിറക്കും. ക്രിസ്മസ് ദ്വീപ് എന്നാണ് ഇതിന്റെ പേര്. ക്രിസ്മസ് ദ്വീപിന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ന്യൂസിലാൻഡിന്റെ ഭാഗമായ ടോങ്ക, ചാതം ദ്വീപുകളിൽ വലിയ ആഘോഷത്തോടെയാണ് പുതുവർഷത്തെ വരവേൽക്കുന്നത്. സംസ്കാരത്തിന്റെ ഭാഗമായ പരമ്പരാഗത ആചാരങ്ങളും കരിമരുന്ന് പ്രകടനങ്ങളും ഒക്കെ കൂടിയാണ് 2025 ആഘോഷപൂർവ്വം വരവേറ്റത്. ഇനി വരവേൽക്കാൻ പോകുന്നത് 2026 മറുവശത്ത് ലോകത്തിന്റെ അങ്ങേയറ്റത്ത് US ചേർന്ന് കിടക്കുന്ന ജനവാസമില്ലാത്ത ബേക്കർ ദ്വീപിലും ഹൗലാൻഡ് ദ്വീപിലുമാണ് പുതുവർഷം ഏറ്റവും അവസാനം എത്തുന്നത്. ഈ ദ്വീപുകളുടെയും ക്രിസ്മസ് ദ്വീപിന്റെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മൂലം
26 മണിക്കൂറിന്റെ ഇടവേളയിലാണ് ഇവയിൽ പുതുവർഷം പിറക്കുന്നത് എന്നത് വളരെ കൗതുകകരമായ വസ്തുതയാണ്. ലോകത്തെ ഏറ്റവും അവസാനം പുതുവത്സരം എത്തുന്ന സ്ഥലങ്ങൾ പസഫിക് സമുദ്രത്തിലെ അമേരിക്കൻ സമോവയും ഹൗലാൻഡ് ബേക്കർ ദ്വീപുകളുമാണ്. ഇവ ജനവാസമില്ലാത്ത US പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങൾ UTC 12 എന്ന സമയമേഖലയാണ് പിന്തുടരുന്നത്. അതായത് ലോകത്ത് ആദ്യമായി പുതുവത്സരം ആഘോഷിക്കുന്ന സ്ഥലങ്ങളെക്കാൾ ഏകദേശം ഒരു ദിവസം വൈകി ഇവിടെ 2026 പിറക്കും. ഭൂമിയിലെ രേഖാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകത്തെ വിവിധ സമയ മേഖലകളായി തിരിച്ചിരിക്കുന്നതിനാലാണ് പുതുവത്സര സമയങ്ങളിൽ മാറ്റം വരുന്നത്. പസഫിക് സമുദ്രത്തിലൂടെ കടന്നുപോകുന്ന അന്താരാഷ്ട്ര തീയതി രേഖയാണ് ഓരോ ദിവസവും എവിടെ തുടങ്ങണമെന്ന് നിശ്ചയിക്കുന്നത്. ഈ രേഖയ്ക്ക് കിഴക്ക് വശത്തുള്ള രാജ്യങ്ങളിൽ ആദ്യം പുതുവർഷം എത്തുമ്പോൾ പടിഞ്ഞാറ് വശത്തുള്ള രാജ്യങ്ങളിൽ വൈകിയാണ് ആഘോഷങ്ങൾ എത്തുന്നത്. വിവിധ രാജ്യങ്ങളിലെ സവിശേഷമായ പുതുവത്സര ആചാരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഓരോ സംസ്കാരത്തിലും വ്യത്യസ്ത രീതിയിലാണ് പുതുവത്സരം വരവേൽക്കുന്നത്. സ്പെയിനിൽ അന്ന് ഭാഗ്യത്തിനായി അർദ്ധരാത്രിയിൽ 12 മുന്തിരിപ്പഴങ്ങൾ കഴിക്കുന്ന പതിവുണ്ട്. ജപ്പാനിൽ ക്ഷേത്രത്തിലെ മണികൾ 108 തവണ മുഴക്കും. അങ്ങനെയാണ് അവർ പുതുവർഷത്തെ സ്വീകരിക്കുന്നത്. ബ്രസീലുകാരാകട്ടെ വെള്ള വസ്ത്രം ധരിച്ച് കടലിൽ പൂക്കൾ അർപ്പിക്കും. സ്കോട്ട്ലൻഡിലെ ഹോമേഗ്നെ ആഘോഷങ്ങളിൽ അഗ്നി ഉത്സവങ്ങളും തെരുവ് പാർട്ടികളും പ്രധാനമാണ്. സിഡ്നി, ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക് സിറ്റി തുടങ്ങിയ നഗരങ്ങളിൽ വമ്പിച്ച ആഘോഷങ്ങളോടെയാണ് പുതുവർഷത്തെ സ്വാഗതം ചെയ്യുന്നത്. സിഡ്നിയിലെ പ്രശസ്തമായ ഹാർബർ കരിമരുന്ന് പ്രകടനം, ടോക്കിയോയിലെ ടെമ്പിൾ ബെൽ ചടങ്ങുകൾ, ന്യൂയോർക്കിൽ നിന്നുള്ള ടൈംസ് സ്ക്വയർ ബോൾ ഡ്രോപ്പ് തുടങ്ങിയവയെല്ലാം പുതുവത്സരത്തെ വരവേൽക്കുന്നതിനുള്ള ശ്രദ്ധേയമായ ആഘോഷങ്ങളാണ്. അന്താരാഷ്ട്ര തീയതി രേഖയ്ക്ക് കിഴക്കുള്ള പസഫിക് ദ്വീപ് രാഷ്ട്രങ്ങളിൽ ആഘോഷം തുടങ്ങി 25 മണിക്കൂറുകൾക്ക് ശേഷം അമേരിക്കൻ സമോവയിലാണ് ജനവാസമുള്ള മേഖലകളിൽ ഏറ്റവും ഒടുവിൽ 2026 പിറക്കുക. ജനവാസമില്ലാത്ത ഹൗലാൻഡ് ബേക്കർ ദ്വീപുകളിൽ ഇതിനൊപ്പം പുതുവർഷം എത്തും. കൂടുതൽ കൗതുകങ്ങളുമായി വീണ്ടും വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.